ലോറൻസിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി തള്ളി. മതാചാര പ്രകാരം മൃതദേഹം സംസ്കരിക്കണമെന്നാവശ്യപ്പെട്ട് 2 പെൺമക്കൾ നൽകിയ ഹർജിയാണ് തള്ളിയത്. ഇതോടെ MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് പഠനത്തിനായി നൽകും. ഷബ്ന സേതുണ്ട്. ഷബ്ന, ഒടുവിൽ MM ലോറൻസിന് നീതി ലഭിക്കുന്നു അല്ലേ? സേതു, ഏതായാലും ഈ വലിയ തർക്കത്തിലേക്ക് പോയൊരു വിഷയമായിരുന്നു. CPI നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ മകൻ നിലപാടെടുത്തത് ഇത് മെഡിക്കൽ പഠനത്തിന് നൽകണം എന്നാണ് പിതാവിന്റെ ആഗ്രഹം. അതുകൊണ്ട് മെഡിക്കൽ പഠനത്തിന് നൽകുന്നതിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണം എന്നും മകൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ മകൻ തീരുമാനമെടുത്ത ഉടൻ തന്നെ മകൾ ആശാ ലോറൻസ് ഇതിനെതിരെ രംഗത്ത് വന്നു. മൃതദേഹം പൊതുദർശനത്തിന് വെച്ച വേദിയിൽ തന്നെ ആശാ ലോറൻസ് ഇതിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം തള്ളി മെഡിക്കൽ ബോർഡിനോട് ഇതുമായി ബന്ധപ്പെട്ട് ഈ മക്കളുടെ എല്ലാം ഭാഗം കേട്ട ശേഷം കൃത്യമായ ഒരു തീരുമാനം എടുക്കണം എന്ന് നിർദ്ദേശം നൽകി. അനാട്ടമി ആക്ട് പ്രകാരം നിയമപരമായി ഇതിൽ നടപടിയെടുക്കാനായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. തുടർന്ന് ഈ മെഡിക്കൽ ബോർഡ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ബോർഡ് കൂടുകയും ഇതിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. മകനും അതോടൊപ്പം തന്നെ 2 സാക്ഷികളും, വിശ്വസിക്കാവുന്ന 2 സാക്ഷികളും ഇതിൽ മൃതദേഹം വൈദ്യ പഠനത്തിന് നൽകണം എന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ വൈദ്യ പഠനത്തിന് തന്നെ നൽകാം എന്ന രീതിയിൽ തീരുമാനമെടുത്തു. ഇതിനെതിരെ ആശാ ലോറൻസും അതോടൊപ്പം തന്നെ മറ്റൊരു മകളായ സുജാതയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. ഈ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം തെറ്റായിരുന്നു എന്നായിരുന്നു പെൺമക്കളുടെ വാദം. പിതാവ് പല മത ചടങ്ങുകളിലും പങ്കെടുത്തയാളാണ്. ഇത്തരത്തിൽ പറഞ്ഞതായി തങ്ങൾക്ക് അറിവില്ല. മതപരമായ മൃതദേഹ സംസ്കരണമാണ് തങ്ങളുടെ ആവശ്യം. മക്കൾ എന്ന നിലയിൽ തങ്ങൾക്ക് അവകാശമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇതിൽ ഒരു മധ്യസ്ഥനെ നിയമിച്ചു. സീനിയർ അഭിഭാഷകനെയായിരുന്നു ചുമതലപ്പെടുത്തിയത്. ഇതൊരു കുടുംബകാര്യമാണ്. ഇത് മധ്യസ്ഥതയിലൂടെ ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചു. എന്നാൽ മധ്യസ്ഥന്റെ നേതൃത്വത്തിലുള്ള ചർച്ച പരാജയപ്പെട്ടതായി അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ഇന്ന് ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞത്. ഹർജി തള്ളുന്നു എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയത്. ഏതായാലും ഈ MM ലോറൻസിന്റെ മൃതദേഹ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഒരുപക്ഷെ ഇവിടെ അവസാനിച്ചേക്കും. മെഡിക്കൽ പഠനത്തിന് തന്നെ ഈ മൃതദേഹം വിട്ടു നൽകാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം. തീർച്ചയായും വിവാദങ്ങൾക്ക് ഇവിടെ ഒരു സമാപനമാവുകയാണ്. ഈ തീഷ്ണമായ സമര പോരാട്ടങ്ങളിലൊക്കെ നെടുനായകത്വം വഹിച്ച സഖാവാണ് MM ലോറൻസ്. അദ്ദേഹം ഒരുപക്ഷെ ജീവിച്ചിരുന്നപ്പോൾ ഇത്രയേറെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാവില്ല. മരണശേഷം അത്രയേറെ വിവാദങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയതും ഇപ്പോഴാണ് ആ വിവാദങ്ങൾക്ക് ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നതും. ഷബ്ന, അപ്പോൾ ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? നേരത്തെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൈമാറിയിരുന്നു. മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ ഫ്രീസറിൽ സൂക്ഷിക്കണം എന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. കാരണം ഇത്തരത്തിലുള്ള നിയമപരമായ തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് മൃതദേഹം പഠനത്തിന് നൽകിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തയ്യാറെടുക്കാതെ ഈ മൃതദേഹം സൂക്ഷിക്കണം എന്ന് കോടതി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഈ മൃതദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. തുടർന്ന് ഇനിയിപ്പോൾ മെഡിക്കൽ പഠനത്തിന് ആവശ്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഒരുപക്ഷെ മെഡിക്കൽ കോളേജ് തീരുമാനിക്കും. കാരണം 2 പെൺമക്കളെയും നൽകിയ അപ്പീൽ, ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ തള്ളിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മറ്റ് സുപ്രീം കോടതിയെ സമീപിക്കുകയോ അത്തരത്തിലുള്ള തുടർ നടപടികളിലേക്ക് ഒരുപക്ഷെ പോകുമോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഏതായാലും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും ഈ അപ്പീൽ തള്ളിയ സാഹചര്യത്തിൽ ഇനി മെഡിക്കൽ പഠനത്തിന് തന്നെ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഷബ്ന, ഈ മൃതദേഹം പഠന ആവശ്യത്തിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാനുള്ള തീരുമാനത്തിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയതും നിയമ പോരാട്ടത്തിന് ഒരുങ്ങിയതുമൊക്കെ മകൾ ആശാ ലോറൻസ് ആയിരുന്നു. ഇപ്പോൾ കോടതിയിൽ നിന്ന് അന്തിമമായ ഒരു വിധി വന്ന സ്ഥിതിക്ക് ഇനി ഇവരൊരു അപ്പീലിന് പോകാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? അത്തരത്തിലുള്ള പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. ഒരു അല്പസമയം മുമ്പ് മാത്രമാണ് ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ വിധി ഉണ്ടായത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു മധ്യസ്ഥ ചർച്ചയിലൂടെ ഇത് തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ചെങ്കിലും പക്ഷേ ഇത് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കുടുംബം തയ്യാറായിരുന്നില്ല. അതായത് ഈ 2 പെൺമക്കൾ ആശാ ലോറൻസും അതോടൊപ്പം തന്നെ മറ്റൊരു മകളായ സുജാതയും തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് കോടതി ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഏതായാലും ഈ മക്കളുടെ ആവശ്യം നിലവിൽ
അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. സെപ്റ്റംബർ 21-നായിരുന്നു ലോറൻസ് മരണപ്പെട്ടത്. ആ മൃതദേഹം മരണപ്പെട്ട ഉടൻ തന്നെ ഈ പൊതുദർശനത്തിന് മൃതദേഹം വെക്കുന്ന വേളയും ഉൾപ്പെടെ മകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഈ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൈമാറരുത്, മതാചാര പ്രകാരം സംസ്കരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ മകൾ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു പക്ഷേ അന്തിമമായ ഒരു തീരുമാനം തന്നെ ആകാനാണ് സാധ്യത. ഇനി സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പോകുമോ എന്ന കാര്യത്തിൽ നമുക്ക് ആശാ ലോറൻസിന്റെ പ്രതികരണത്തിലേക്ക് ഈ ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മെഡിക്കൽ പഠനത്തിന് മെഡിക്കൽ കോളേജ് മൃതദേഹം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി ഈ മക്കളെയൊക്കെ ഇനി ഒന്നുകൂടി കേൾക്കാനുള്ള സാധ്യതയുണ്ടോ? ഇനിയിപ്പോൾ അത്തരം നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാരണം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞിരുന്നത് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും ഈ മെഡിക്കൽ ബോർഡ് ഈ മക്കളുടെ 3 മക്കളുടെയും തീരുമാനങ്ങൾ അറിയുകയും 3 മക്കളെയും കേട്ട് അതോടൊപ്പം തന്നെ അനാട്ടമി ആക്ട് പ്രകാരം, ഈ അനാട്ടമി ആക്ടിൽ പറയുന്നത് ഒരു മകനോ മകളോ അത്തരത്തിലുള്ള ആളുകളോ 2 കൃത്യമായ സാക്ഷികളോ ഉണ്ടെങ്കിൽ ഈ മൃതദേഹം മെഡിക്കൽ കോളേജിൽ പഠനത്തിന് വിനിയോഗിക്കാം എന്ന് തന്നെയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ ബോർഡ് ഇത്തരം ഒരു തീരുമാനം എടുത്തത്. ആ തീരുമാനം കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ആ തീരുമാനത്തിൽ തൃപ്തിയില്ല എന്നായിരുന്നു പെൺമക്കളുടെ ഹർജിയിലെ കാര്യം തന്നെ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. കോടതി അത്തരം ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ പെൺമക്കളുടെ ആവശ്യം അനുവദിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി മെഡിക്കൽ കോളേജിൽ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്.